എമ്പുരാന്റെ തിരക്കഥ ലാലേട്ടൻ അറിയാമായിരുന്നു എന്ന് പൃഥ്വിരാജ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മനസ്സ് തുറന്നത്. അതായത് എമ്പുരാൻ ലൂസിഫർ വിവാദം ഉണ്ടായപ്പോൾ എല്ലാം ഇതിൽ മൗനം പാലിച്ച പൃഥ്വിരാജ് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് പൃഥ്വിരാജ് ഇന്റർവ്യൂസ് എല്ലാം വലിയ ഇഷ്ടമാണ്. ഇപ്പം മാത്രമല്ല, വളരെ കാര്യഗൗരവമായി ആഴത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ്. ഇതിലും കൗതുകം, എമ്പുരാന്റെ തിരക്കഥ നായകനും നിർമ്മാതാവിനും അറിയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നായകൻ മോഹൻലാലാണ്, ലാലേട്ടൻ. നമ്മളിപ്പോ മോഹൻലാലിനെ അദ്ദേഹത്തിന്റെ സിനിമ വിളിച്ച് നായകൻ എന്നാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ മോഹൻലാലിനോ ലാലേട്ടൻ എന്നോ വിളിക്കും. എന്തുകൊണ്ട് നായകൻ എന്ന് വിളിക്കുന്നു? നിർമ്മാതാവ് ശ്രീ ഗോകുലം ഗോപാലനാണ്. അദ്ദേഹത്തിന്റെ പേര് വരണ്ട, പക്ഷെ നിർമ്മാതാവ് നായകൻ അറിയാം. വീണ്ടും ഒരു വിവാദം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ച് വളരെ പക്വതയും മിതത്വത്തോടു കൂടിയാണ് പൃഥ്വിരാജ് പറഞ്ഞത്. ഈ എമ്പുരാന്റെ കഥയും തിരക്കഥയും ലാലേട്ടൻ അറിയായിരുന്നു. ഇനി എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് പൃഥ്വിരാജിന്റെ ഇന്റർവ്യൂസ് ഭയങ്കര രസകരമാണ്. പൃഥ്വിരാജ് പറയുന്ന കാര്യങ്ങളും പണ്ട് മുതലേ എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. അതോടൊപ്പം യഥാർത്ഥത്തിൽ പൃഥ്വിരാജ് ഇപ്പം പറയാനുള്ള കാരണവും ഇതിന്റെ കൗതുകമുള്ളൊരു ചരിത്രവുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. യഥാർത്ഥത്തിൽ എമ്പുരാൻ നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയ ഏറ്റവും മികച്ച സിനിമകളിലൊന്നാണ്. യഥാർത്ഥത്തിൽ എമ്പുരാനിലെ ഹീറോ ആരാന്നറിയാമോ? എമ്പുരാന്റെ ഹീറോ ഇദ്ദേഹമാണ്. ലാലേട്ടൻ അല്ല, ലാലേട്ടൻ ഇപ്പുറത്തിരിക്കുന്ന ആൾ. പൃഥ്വിരാജ് അല്ല, മുരളി ഗോപി. ഒരു നല്ല ഹിന്ദുവിന് മാത്രം എഴുതാൻ കഴിയുന്ന കഥയും തിരക്കഥയുമാണ് എമ്പുരാന്റെ കഥ സിംപിളി എന്താ? എബ്രാം ഖുറേഷി ഗുജറാത്ത് കലാപത്തിൽ കുടുംബം നഷ്ടപ്പെട്ട് തീവ്ര ഹിന്ദുത്വവാദികളാൽ കൊല്ലപ്പെട്ട നമ്മുടെ മസൂദിനെ എടുത്തു വളർത്തുകയും ആ മസൂദിന്റെ പ്രതികാരം തൻ്റെ കൂടെ പ്രതികാരമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ തീവ്ര ഹിന്ദുത്വവാദിയെ കൊല്ലുന്നു. ഇതാണ് എമ്പുരാന്റെ കഥ. വേറെ കഥയൊന്നുമില്ല. ഇതിന്റെ കൂടെ കുറച്ച് എല്ലും ലൂസിഫറും അതോടൊപ്പം ഒരു സബ് ടെക്സ്റ്റും കോൺഗ്രസിന്റെ രാഷ്ട്രീയം, അതായത് മഞ്ജു വാര്യരും നമ്മുടെ ടോവിനോയും ഒരർത്ഥത്തിൽ നമ്മുടെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ ബിംബങ്ങളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. IUEF എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ്, UDF ആണ് IUEF. ഈ IUEFിനോട് രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, നെഹ്റു ഇവരുടെയൊക്കെയും പിന്നെ വിശാല അർത്ഥത്തിൽ മഹാത്മാഗാന്ധിയുടെയും ഒക്കെ കൂടെ ഒരുമിച്ചുള്ളൊരു ഫിഗറാണ് നമ്മുടെ രാംദാസ്. അതായത് ഇവരുടെ എല്ലാം വൻമരം രാംദാസ് വീണു. അപ്പൊ യഥാർത്ഥത്തിൽ എമ്പുരാന്റെ കഥ ഇത്രയേ ഉള്ളൂ. അതൊരു മുരളി ഗോപിക്ക് മാത്രം എഴുതാൻ കഴിയുന്നതാണ്. ഈ തീവ്ര ഹിന്ദുത്വത്തിനെതിരെ നിലപാടെടുക്കുന്നത് നമ്മൾ നല്ല ഹിന്ദുക്കളുടെ ഉത്തരവാദിത്വമാണ്. ഇവർ 3 പേര് ഹിന്ദുക്കളാണ്. അതായത് എമ്പുരാൻ സിനിമയിലുള്ള ആൾക്കാരെല്ലാം ഹിന്ദുക്കളാണ്. നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ ഹിന്ദുവാണ്, നായകൻ മോഹൻലാൽ ഹിന്ദുവാണ്, ശ്രീ ഗോകുലം ഗോപാലൻ ലോകഗുരുവായ ശ്രീനാരായണീയ സമൂഹത്തിലെ ഈഴവ സമൂഹത്തിൽ നിന്ന് വരുന്നതാണ്. മോഹൻലാൽ നായരാണ്, പൃഥ്വിരാജ് നായരാണ്, നമ്മുടെ ഭരത് ഗോപിയുടെ മകൻ മുരളി ഗോപി നായരും ഹിന്ദുവാണ്. യഥാർത്ഥത്തിൽ ഒരു നല്ല ഹിന്ദുവിന് മാത്രം എഴുതാൻ കഴിയുന്ന തിരക്കഥയാണ് എമ്പുരാൻ. അപ്പൊ ഈ നല്ല ഹിന്ദുവും ചീത്ത ഹിന്ദു എന്താ? അങ്ങനെയുണ്ടോ? 100% ഉണ്ട്. നല്ല ഹിന്ദുവും ചീത്ത ഹിന്ദുവും ഉണ്ട്, നല്ല മുസ്ലിമും ചീത്ത മുസ്ലിമും ഉണ്ട്, നല്ല ക്രിസ്ത്യാനിയും ചീത്ത ക്രിസ്ത്യാനിയും ഉണ്ട്, നല്ല വിശ്വാസിയും ചീത്ത വിശ്വാസിയും ഉണ്ട്. ആരാണ് നല്ല ഹിന്ദു? മഹാത്മാഗാന്ധിയെ പിന്തുടരുന്നവരാണ് നല്ല ഹിന്ദു. ആരാണ് ചീത്ത ഹിന്ദു? ഗോഡ്സെയെ പിന്തുടരുന്നവരാണ് ചീത്ത ഹിന്ദു. ആരാണ് നല്ല മുസ്ലിം? മൗലാന അബുൽ കലാം ആസാദിനെയും പരംവീര ചക്ര അബ്ദുൽ ഹമീദിനെയും പിന്തുടരുന്നവരാണ് നല്ല മുസ്ലിം. ആരാണ് ചീത്ത മുസ്ലിം? ഒസാമ ബിൻ ലാദനെയും അജ്മൽ കസബിനെയും പിന്തുടരുന്നവരാണ് ചീത്ത മുസ്ലിം. ആരാണ് നല്ല ക്രിസ്ത്യാനി? മാർപ്പാപ്പയെ പിന്തുടരുന്നവരാണ് നല്ല ക്രിസ്ത്യാനി. ആരാണ് ചീത്ത ക്രിസ്ത്യാനി? മാർപ്പാപ്പയെ കാക്ക എന്ന് വിളിക്കുന്നതാണ് ചീത്ത ക്രിസ്ത്യാനി. സിമ്പിൾ ആണ്. ഇത് റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. കൃത്യമായിട്ട് ആരാ നല്ല ഹിന്ദു? ഗാന്ധിയെ പിന്തുടരുന്നവർ, സ്വാമി വിവേകാനന്ദനെ പിന്തുടരുന്നവർ, നമ്മുടെ എല്ലാ നല്ല ഹിന്ദു നേതാക്കളെയും പിന്തുടരുന്നവർ നല്ല ഹിന്ദു. ആരാണ് ചീത്ത ഹിന്ദു? ഗോഡ്സെയെ പിന്തുടരുന്നവരാണ് ചീത്ത ഹിന്ദു. ആരാണ് നല്ല മുസ്ലിം? മൗലാന അബുൽ കലാം ആസാദിനെ പിന്തുടരുന്നവരാണ്. നമ്മുടെ ആധുനിക കാലത്ത് നമ്മുടെ മുസ്ലിം ലീഗിനെ പിന്തുടരുന്നവരാണ്. അല്ലെങ്കിൽ ഈ രാജ്യത്തോട് ഒരുമിച്ച് നിൽക്കുന്ന മുസ്ലിങ്ങളെ പിന്തുടരുന്നവരാണ്. ആരാണ് ചീത്ത മുസ്ലിം? ഈ രാജ്യത്തോട് തീവ്രവാദം ചെയ്യുന്ന, സാമുദായിക വിദ്വേഷം ഉണ്ടാക്കുന്ന ആണ് ചീത്ത മുസ്ലിം. ആരാണ് നല്ല ക്രിസ്ത്യാനി? മാർപ്പാപ്പയെ പിന്തുടരുന്നവരാണ്. എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്നവരാണ്. റോഹിംഗ്യ മുസ്ലിങ്ങളിൽ യേശുക്രിസ്തുവിന്റെ മുഖം കാണുന്നു എന്ന് പറഞ്ഞ് പാലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി വേദനിക്കുന്ന ക്രിസ്ത്യാനികളുടെ, കത്തോലിക്കരുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയെ പിന്തുടരുന്നവർ നല്ല ക്രിസ്ത്യാനി. ആ മാർപ്പാപ്പ മരിക്കുമ്പോൾ മാർപ്പാപ്പയെ കാക്ക എന്ന് വിളിക്കുന്ന ചീത്ത, മാർട്ടിനെ പോലെ ബോംബ് വെച്ച് കൂടുള്ള ക്രിസ്ത്യാനികളെ കൊല്ലുന്ന ചീത്തവർ, അല്ലെങ്കിൽ തീവ്ര ക്രിസ്ത്യാനികൾ, തീവ്ര ക്രിസ്ത്യൻവാദികൾ, തീവ്ര കാസാക്കാർ, അവരാണ് ചീത്ത ക്രിസ്ത്യാനികൾ. ഇത്രയുള്ള വ്യത്യാസം, വേറെ വ്യത്യാസമൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഒരു നല്ല ഹിന്ദു നമ്മുടെ മുരളി ഗോപിയാണ്, നല്ല ഹിന്ദു മോഹൻലാലാണ്, നല്ല ഹിന്ദു നമ്മുടെ പൃഥ്വിരാജാണ്. എന്തുകൊണ്ടാണ്? ലാലേട്ടൻ എല്ലാ നല്ല ഹിന്ദു പ്രസ്ഥാനങ്ങളോടും ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. എല്ലാവരോടും ചേർന്ന് പോകും, വിശ്വാസിയാണ്, ഭക്തനാണ്. പൃഥ്വിരാജിന്റെയും മുരളി ഗോപിയുടെയും ഒരു വിശ്വാസത്തിന്റെ സ്റ്റാൻഡ് എനിക്കറിയില്ല. പക്ഷെ ശബരിമല വിഷയം വന്നപ്പോൾ ഒക്കെ പൃഥ്വിരാജ് ശബരിമലയെ സപ്പോർട്ട് ചെയ്തു. മുരളി ഗോപി മഹാത്മാഗാന്ധിയെ പലപ്പോഴും ഹൈലൈറ്റ് ചെയ്യാനുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ, മുമ്പുള്ള കമാര സംഭവം അടക്കമുള്ള സിനിമയിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ ടിയാൻ എന്ന സിനിമയിലൂടെ കൃത്യമായി മുരളി ഗോപി മുമ്പോട്ട് വെക്കുന്നതാണ്. അദ്ദേഹം സ്വയം ഹിന്ദു എന്ന് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മുരളി ഗോപി മുമ്പോട്ട് വെക്കുന്നതാണ് നല്ല ഹിന്ദുവിന്റെ രാഷ്ട്രീയം.
ചീത്ത ഹിന്ദു ആരാണെന്ന് അദ്ദേഹത്തിന്റെ തന്നെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതാണ് ടിയാനിൽ അടക്കമുള്ള ഈ തീവ്ര ഹിന്ദുത്വവാദികളും അവരുടെ കോർപ്പറേറ്റ് കൂട്ടാളികളും കൃത്യമായിട്ട് പട്ടാഭിരാമൻ എന്ന ക്യാരക്ടറിനെ വെച്ച്, നമ്മുടെ ഇന്ദ്രജിത്തിനെ വെച്ച് മുരളി ഗോപി അത് വരച്ച് കാണിക്കുന്നുണ്ട്. അതായത് ഈ തീവ്ര ഹിന്ദുത്വവാദികളുണ്ട്, തീവ്ര ഇസ്ലാമിസ്റ്റുകളുണ്ട്, തീവ്ര ക്രിസ്ത്യൻവാദികളുണ്ട്, അവരാണ് നമ്മുടെ ശത്രുക്കൾ. നല്ല ഹിന്ദുക്കളും നല്ല മുസ്ലിങ്ങളും നല്ല ക്രിസ്ത്യാനികളും പരസ്പരം സാഹോദര്യമുള്ളവരാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു നല്ല ഹിന്ദു വേഴ്സസ് ചീത്ത ഹിന്ദു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ എമ്പുരാൻ എന്ന സിനിമ. ഇനി പൃഥ്വിരാജിന്റെ വാക്കുകളും കൂടെ കേൾക്കാം. പൃഥ്വിരാജിന്റെ വാക്ക് വളരെ കൗതുകമുള്ള വാക്കുകളാണ്. ഞാൻ അതിൽ അഫക്റ്റഡ് ആകണമെങ്കിൽ ഞാൻ മനഃപൂർവ്വം ഒരു പെർട്ടിക്കുലർ ഉദ്ദേശത്തോടു കൂടി ഞാൻ എന്റെ സിനിമ ചെയ്തു എന്ന് ഞാൻ ബോധവാനായിരിക്കണം. അതല്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ആ സിനിമയുടെ കഥ എനിക്ക് കേട്ടു, എനിക്ക് കൺവിൻസ്ഡ് ആയി. അതിന്റെ തിരക്കഥ രൂപത്തിൽ അതിന്റെ നിർമ്മാതാവിനെയും നായകൻ നടനെയൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. നായകൻ എന്ന് പറഞ്ഞാൽ ലാലേട്ടനാണ്. അതായത് വ്യക്തിപരമായ ലാലേട്ടൻ എന്ന് വിളിക്കുന്ന പൃഥ്വിരാജാണ് നായക നടനെ പറഞ്ഞു കേൾപ്പിച്ചു എന്ന് പറയുന്നത്. ഐ മീൻ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നെന്ന് വിചാരിച്ചിട്ടാണ്. അത് പൃഥ്വിരാജിന്റെ ഭാഷാപരമായ കഴിവും കൂടെയാണ്. ആ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമേ എനിക്കുള്ളൂ. യഥാർത്ഥത്തിൽ ഒരുപക്ഷെ പൃഥ്വിരാജ് അങ്ങനെ ആയിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ നായകനായ മുരളി ഗോപിയുടെ ഉദ്ദേശം അതല്ല. മുരളി ഗോപിയുടെ ഉദ്ദേശം നല്ലൊരു ഇന്ത്യക്കാരന്റെ ഉദ്ദേശമാണ്. ഇതിന്റെ ഏറ്റവും വലിയ കൗതുകം എന്താ അറിയാമോ? ഈ 3 പേരും പല തലങ്ങളിൽ BJP-യോട് പല കാര്യങ്ങളിലും ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്, പാർട്ടിപരമായിട്ടല്ല. ഇപ്പം പൃഥ്വിരാജിന്റെ അച്ഛൻ നമ്മുടെ മഹാനായ നമ്മുടെ നടൻ സുകുമാരൻ, അദ്ദേഹം പല RSSന്റെ അടക്കമുള്ള പരിപാടികളിൽ പോയിട്ടുണ്ട്. നമ്മുടെ ഭരത് ഗോപി, അദ്ദേഹം നമ്മുടെ ഭരത് അവാർഡ് കിട്ടിയ കേരളത്തിന്റെ ഏറ്റവും വലിയ നടന്മാരിൽ ഒരാൾ, അദ്ദേഹം അവസാന കാലത്ത് അദ്ദേഹത്തിന്റെ ലേറ്റർ ലൈഫിൽ BJP-യിൽ ചേരുകയുണ്ടായി. മോഹൻലാലിന് RSS പ്രസ്ഥാനങ്ങളോടെല്ലാം നല്ല ബന്ധമുണ്ട്. എന്നിട്ട് പോലും ഈ തീവ്ര ഹിന്ദുത്വവാദികൾ ലാലേട്ടനെ ഹലാലേട്ടൻ എന്നൊക്കെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവർ 3 പേരുമാണ് നല്ല ഹിന്ദുക്കൾ. ഈ തീവ്ര ഹിന്ദുത്വവാദികൾ ഈ നാടിന്റെ ശാപമാണ് എന്ന് നമ്മൾ ഓർക്കണം. യഥാർത്ഥത്തിൽ പൃഥ്വിരാജ് ആയിരിക്കില്ല, മോഹൻലാൽ ആയിരിക്കില്ല. എമ്പുരാനിലെ യഥാർത്ഥ ഹീറോ ഈ മനുഷ്യനാണ്. അത് നമ്മുടെ മുരളി ഗോപിയാണ്. മുരളി ഗോപി അതായത് ഒരു വിവാദം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ച് ലാലേട്ടനും മറ്റും, അതായത് ഈ തീവ്ര വലതുപക്ഷക്കാരെയും കൂടെ ഒഫൻഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞൊരു സമീപനത്തിൽ, രണ്ടും ഉണ്ട് കേട്ടോ, തീവ്ര വലതുപക്ഷക്കാരും ഉണ്ട്, മധ്യ വലതുപക്ഷക്കാരും ഉണ്ട്, അവരെയും കൂടെ ഒഫൻഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ലാലേട്ടൻ ഖേദപ്രകടനം നടത്തി. മാപ്പ് പറഞ്ഞില്ല, ഖേദപ്രകടനം നടത്തി. പൃഥ്വിരാജ് അത് ഷെയർ ചെയ്തു. ബാക്കി എമ്പുരാനോട് ബന്ധപ്പെട്ട ആൾക്കാർ ഷെയർ ചെയ്തു. ഉഗ്രനായിട്ട് നമ്മുടെ ആന്റണി പെരുമ്പാവൂർ ബാലൻസ് ചെയ്ത് സംസാരിച്ചു. അപ്പൊ എല്ലാവരും മുരളി ഗോപി കൂടെ ചെയ്യുമെന്ന് വിചാരിച്ചു. ആൾക്കാരെല്ലാം മുരളി ഗോപിയോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? മുരളി ഗോപിയിലെ നല്ല ഹിന്ദുവും നല്ല ഇന്ത്യക്കാരനും നല്ല മനുഷ്യനും എന്താ പ്രതികരണം കൊടുത്തതെന്നറിയാമോ? ഈദ് മുബാറക്. ഇതിന്റെ എന്തായിരുന്നു? ഈദ് മുബാറക്. യഥാർത്ഥത്തിൽ അബ്രാം ഖുറേഷി ഈ മനുഷ്യനാണ്, അല്ലെങ്കിൽ മുരളി ഗോപിയാണ്. അപ്പോൾ പൃഥ്വിരാജിന്റെ ആ തുറന്നു പറച്ചിലൂടെ യഥാർത്ഥ, അതായത് എമ്പുരാനിലെ യഥാർത്ഥ അബ്രാം ഖുറേഷി ഈ മനുഷ്യനാണെന്ന് അലങ്കാരികമാണ്. നീ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ചീത്ത ഹിന്ദുക്കളുണ്ട്, അവരാണ് തീവ്ര ഹിന്ദുത്വവാദികൾ. ചീത്ത മുസ്ലിങ്ങളുണ്ട്, അവരാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ. ചീത്ത ക്രിസ്ത്യാനികളുണ്ട്, അവരാണ് ഈ തീവ്ര ക്രിസ്ത്യൻ വാദികൾ അല്ലെങ്കിൽ തീവ്ര കാസാക്കാർ. നല്ല ഹിന്ദുക്കളുണ്ട്, അവരാണ് ഗാന്ധിജി, അല്ലെങ്കിൽ ആ പാത മധ്യപാത, വിവേകാനന്ദൻ, ഗാന്ധിജി, ശ്രീരാമകൃഷ്ണ പരമഹംസൻ, ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമി, മഹാത്മാ അയ്യങ്കാളി, ശുഭാനന്ദ ഗുരുദേവൻ, തയ്യക്കാട് അയ്യാഗുരു, വൈകുണ്ഠസ്വാമി, ഒരുപാട് പേർ പെട്ടെന്ന് ഓർമ്മ വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പണ്ഡിറ്റ് കറപ്പൻ, മഹാനായ പൽപ്പു അടക്കമുള്ള ഒരുപാട് പേർ. നല്ല മുസ്ലിങ്ങളുണ്ട്, അവരാണ് നമ്മുടെ നാട്ടിലെ അബുൽ കലാം ആസാദ് മുതൽ മുസ്ലിം ലീഗ്, തങ്ങൾ കുടുംബം അടക്കമുള്ള ഈ നാടിന് വേണ്ടി ഒരുവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നല്ല ക്രിസ്ത്യാനികളുണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ പള്ളിയിലച്ചന്മാരും, ബഹുഭൂരിപക്ഷം പള്ളിയിലച്ചന്മാരും, ഈ തീവ്ര ക്രിസംഗി അജണ്ടയ്ക്ക് വീഴാത്ത പള്ളിയിലച്ചന്മാരും ഈ നാടിന്റെ നന്മയ്ക്കും ഒരുമയ്ക്കും ഐക്യത്തിന് നിൽക്കുന്നവർ. എന്നാൽ തീവ്ര സ്വരക്കാർ നമ്മുടെ സമുദായങ്ങളിലുണ്ട്, അവരാണ് നമ്മുടെ ശത്രുക്കൾ. അവർക്കെതിരെയുള്ള ഏറ്റവും നല്ല സിനിമയാണ് പൃഥ്വിരാജ്. ഇത് കുറച്ചുകൂടെ ബോൾഡായിട്ട് പറയണം, യാതൊരു സംശയവുമില്ല. അങ്ങനെ ചീത്ത ഹിന്ദുക്കൾക്കെതിരെയുള്ള ഒരു സിനിമയാണ്, തീവ്ര ഹിന്ദുത്വവാദികൾക്കെതിരെയുള്ള ഒരു സിനിമ തന്നെയാണ് എമ്പുരാൻ. അതിൽ അഭിമാനിക്കണം. കേരളം കണ്ട ഏറ്റവും മികച്ച സ്ക്രിപ്റ്റിൽ ഒന്നാണ്. അപ്പം ഈ എബ്രാം ഖുറേഷി ഇതിന്റെ എല്ലാം പിന്നിൽ നിന്ന് എഴുതുന്ന ഈ എബ്രാം ഖുറേഷി ഒരു സല്യൂട്ട്.